വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളം ലക്ഷ്യമിടുന്നത് വ്യാപാര മേഖല വൻ കുതിപ്പാണ്. പുതിയ തൊഴിൽ മേഖലയും വ്യവസായവും അതുവഴി സാമ്പത്തിക വളർച്ചയും കേരളത്തെ കാത്തിരിക്കുന്നുവെന്നാണ് പൊതുവെ വിവക്ഷിക്കപ്പെടുന്നത്. സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് ഇതുവരെ ഉണ്ടായ ഒരു വളർച്ചയല്ല വിഴിഞ്ഞം കേരളത്തിന് സമ്മാനിക്കാൻ പോകുന്നത് എന്നാണ്. എന്തായാലും സലിം മാലിക് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് നോക്കി നമുക്ക് ആ വിശദാംശങ്ങൾ കാണാം. വിഴിഞ്ഞം തുറമുഖം തുറന്നിടുന്ന സാധ്യതകൾ അനന്തമാണ്. നടത്തിപ്പ് കമ്പനിക്കപ്പുറം ഒരു തുറമുഖം സംസ്ഥാനത്തിനുണ്ടാക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെ പരിശോധിക്കാം. ലോകത്തെവിടെ സർവ്വസജ്ജമായ ഒരു തുറമുഖമുണ്ടായാലും പ്രധാനമായും സംഭവിക്കുന്നത് 4 കാര്യങ്ങളാണ്. അനുബന്ധമായി ഉണ്ടാകുന്ന സാമ്പത്തിക വളർച്ചയാണ് ആദ്യത്തേത്. അടിസ്ഥാന സൗകര്യ വികസനം രണ്ടാമത്. അപ്രതീക്ഷിത വേഗത്തിൽ നഗരവൽക്കരണമാണ് മൂന്നാമത്തേത്. ജിയോ പൊളിറ്റിക്കലായ വളർച്ചയോടെ ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. സാമ്പത്തിക വളർച്ച കമ്പനിക്ക് മാത്രമല്ല, ഭരിക്കുന്ന സർക്കാരിനുമല്ല. ബന്ധപ്പെട്ടു കിടക്കുന്ന ഓരോ മനുഷ്യർക്കും അനുഭവിക്കാൻ കഴിയുന്ന സാമ്പത്തിക വളർച്ചയുണ്ടാകും. തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള ചെറുതും വലുതുമായ കച്ചവടങ്ങളിലൂടെ നേട്ടമുണ്ടാക്കാൻ കഴിയും. തുറമുഖത്തിനനുബന്ധമായി അടിസ്ഥാന സൗകര്യം വികസിക്കും. വിഴിഞ്ഞത്ത് റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും വ്യോമഗതാഗതവും ജലഗതാഗതവും വളരെ വേഗത്തിൽ വികസനം കൈവരിക്കും. റോഡ് റെയിൽ ഗതാഗതത്തിൻ്റെ വികസനങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. നഗരവൽക്കരണം സംഭവിക്കുന്നത് തുറമുഖത്തിൻ്റെ ചുറ്റുപാടും മാത്രമല്ല, കിലോമീറ്റർ അപ്പുറവും പുതിയ ഹോട്ടലുകളും അനുബന്ധ തൊഴിൽ മേഖലകളും ഉണ്ടാവും. എല്ലാത്തരം വ്യവസായങ്ങൾക്കും അനുകൂലമായ മണ്ണിൽ അതൊക്കെയും വേഗത്തിലുണ്ടാവും. എല്ലാ സൗകര്യങ്ങളുമുള്ള തുറമുഖത്തെ ലോകരാജ്യങ്ങൾക്കും ഒഴിവാക്കാൻ കഴിയില്ല. അതോടെ വമ്പൻ രാഷ്ട്രങ്ങൾക്ക് നമ്മുടെ കൊച്ചു സംസ്ഥാനവുമായി വാണിജ്യബന്ധം സ്ഥാപിക്കേണ്ടി വരും. സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ പ്രത്യേക സാമ്പത്തിക മേഖലകളുണ്ടാകും. സാമ്പത്തിക മേഖല കൊണ്ടുവരുമെന്ന് അദാനി ഗ്രൂപ്പ് ഇപ്പോഴേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു പല വ്യവസായികളും കേരളത്തെ ലക്ഷ്യമിടുന്നുമുണ്ട്. ഗ്ലോബൽ ഫൈനാൻഷ്യൽ സെന്ററായി സംസ്ഥാനം മാറുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ലോകത്തെ എല്ലാ തുറമുഖങ്ങളുമുള്ള ഇടം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഗ്രീൻ എനർജി ഉൽപ്പാദനം ഉൾപ്പെടെ പലതും നമ്മൾ കാണും. തദ്ദേശീയരുടെ മാനസികാവസ്ഥയും മാറുമെന്നാണ് പഠനങ്ങൾ. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വികസനം തൊട്ടു മുൻപിൽ സംഭവിക്കുമ്പോൾ മാനസികാവസ്ഥയെ അത് സ്വാധീനിക്കും. അങ്ങനെ നാടിൻ്റെ വളർച്ച നമുക്ക് സ്പർശിക്കാൻ കഴിയും വിധം അടുത്തെത്തും. ഒരു തുറമുഖം വരുന്നു, എന്തൊക്കെയോ സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ പോകുന്നു. ഇത്രമാത്രമാണ് ഇപ്പോഴും നമ്മൾ കരുതുന്നത്. പല രാജ്യങ്ങളിലേക്കുമുള്ള പലായനമില്ലാതായി നമ്മുടെ രാജ്യങ്ങളിലേക്ക് മറ്റു രാജ്യക്കാർ എത്തുന്ന കാലം വിദൂരമല്ല. സലിം മാലിക്, 24, തിരുവനന്തപുരം.